േണ്ട ഒരു വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. രണ്ടാമത്തെ ഒന്ന്, നന്മയുടെ ഉപദേശങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കണം. നന്മയുടെ വക്താക്കളായോ സമൂഹം മാറണമോ, നല്ല ഉപദേശം അവരിലേക്ക് പകർന്നു കൊടുക്കണം. ഉപദേശത്തിനും ഇന്ന് കുറവുണ്ട്. ഉപദേശം ഒരിക്കലും കുറഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ കളവാകാൻ സാധ്യതയുള്ളൊരു വാക്ക് മകനിൽ നിന്നോ മകളിൽ നിന്നോ കേൾക്കുന്ന സമയം കളവിന്റെ ഗൗരവം പറഞ്ഞു ഉപദേശിക്കണം. എന്തെങ്കിലും ഒരു തിന്മ കാണുമ്പോ ആ തിന്മ നിർത്തുന്ന രൂപത്തിൽ മനസ്സിന് തട്ടുന്ന നല്ല ഉപദേശം കൊടുക്കണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ യുവാവായ മകനോട് ആദ്യമായി നൽകിയ ഉപദേശം കണ്ടില്ലേ? യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. അല്ലാഹുവിനെയാണ് ആദ്യമായി മനസ്സിൽ നൽകുന്ന ഉപദേശം. ഒരു ചെറിയ കടുകുമണിയുടെ തൂക്കം, അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്ത അത്രയും ചെറിയൊരു അണു, ആ അണുവിന്റെ അത്രയും തൂക്കത്തിലാണോ നീ ഒരു കാര്യം ചെയ്യുന്നത്? അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, ഫതകും ഫീ സഖറ, ആരാരും കാണാത്തൊരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ചാണ് നീ കൃത്യം ചെയ്യുന്നത്. ആരാരും അറിയാത്തൊരു മലമ്പ്രദേശത്താണ് നീ ഇത് നിർവഹിക്കുന്നത്. ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്, ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം കൃത്യമായി അറിയും. റബ്ബിലേക്ക് ആ വിഷയം ശരിയായ രൂപത്തിലെത്തും. അല്ലാഹു ആ വിഷയത്തിന്റെ കാര്യം ഒന്നും വിട്ടുപോകാത്ത രൂപത്തിൽ തന്നെ അല്ലാഹു അറിയും. അവിടെയെല്ലാം അല്ലാഹുവിന്റെ സാമീപ്യമുണ്ട്, നോട്ടമുണ്ട്. അല്ലാഹുവിന്റെ നോട്ടം എപ്പോഴും നിന്റെ മനസ്സിൽ ചിന്ത വേണം മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, ഉപകരണങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതും അതീവ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹ്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന വികാരങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ടോ? ഒരു മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും പദ്ധതി ആവിഷ്കരിക്കുന്നതും ഒന്ന് ഒപ്പിയെടുക്കാൻ പറ്റുന്ന വല്ല ഉപകരണങ്ങളുമുണ്ടോ? ഹിപ്നോട്ടിസം വരെ പലതിലും തോറ്റുപോകാറില്ലേ? അത്രയും രഹസ്യങ്ങളല്ലേ പലരും സൂക്ഷിക്കുന്നത്. എന്നാൽ ആ രഹസ്യം അറിയുന്നവനാണ് അല്ലാഹ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അതിസൂക്ഷ്മമായ അറിവുള്ളവനാണ്. ആന്തരിക രഹസ്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ് മോനെ.